السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അഖിലവും പാലിക്കുകയും അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് അവന് തഖ്വയുള്ള മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ സമാഗമത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഈ അവസരത്തിൽ നമ്മുടെ ചിന്തക്ക് വിഷയീഭവിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് നമ്മുടെ ഈമാൻ പുതുക്കുക, ഈമാൻ ശക്തമാക്കുകയും ചെയ്യുക എന്നുള്ളത്. കാരണം ഈമാൻ അഥവാ വിശ്വാസം നാം അത് പുതുക്കിക്കൊണ്ടിരിക്കുന്നില്ല എങ്കിൽ അത് പഴയതാവുകയും ദുർബലമാവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇമാം ഹാക്കിമും തബറാനിയുമൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹിയ ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദിക്കും, നിങ്ങളിലുള്ളതായ വിശ്വാസം തീർച്ചയായിട്ടും അത് പഴകിയതാകും. കമാ യഖ്ലഖു സൗബു ഫസ്സലുല്ലാഹ അൻ യുജദ്ദിദ ഈമാനക്കും. കമാ യഖ്ലഖു സൗബു, വസ്ത്രം എങ്ങനെയാണോ പഴകിയതാകുന്നത് അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പഴകിയതാകും. അതുകൊണ്ട് ഫസ്അലുല്ലാഹ, അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം, അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം പുതുതായി തീരുവാൻ വേണ്ടി, വിശ്വാസത്തെ പുതുക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ ഒരു വസ്ത്രം നമ്മൾ വാങ്ങുമ്പോൾ അത് പുതിയതാണ്, കുറച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് പഴയതായി മാറുകയാണ്, അതിന് ചില കേടുപാടുകളും മറ്റുമൊക്കെ സംഭവിക്കുകയാണ്, പുതുമ നഷ്ടപ്പെടുകയാണ്. അതേമാതിരി വിശ്വാസികളായ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും അത് ശക്തിപ്പെടുത്തുവാനുമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ ആ വിശ്വാസം പഴകിയതും ദുർബലവുമായി അത് ദ്രവിച്ചു പോകും എന്നാണ്. അങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ചടങ്ങുകളായി മാറുക, നമ്മൾ തിന്മകൾ പ്രവർത്തിക്കുക, നമ്മുടെ മീസാനിൽ നന്മകൾ കുറഞ്ഞു വരിക, ദേഹേച്ഛകൾ മുഴുകുക, അള്ളാഹുവെ മറന്ന് ജീവിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിൽ ആളുകൾ ഏർപ്പെടുമ്പോൾ അവൻ്റെ വിശ്വാസം അത് ദുർബലമായി പോകും. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസായിലെ 136 അധ്യായത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമിനു, ഓ സത്യവിശ്വാസികളെ, ആമിനു, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായി തീരണം. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് വീണ്ടും പറയാണ്, ആമിനു ബില്ലാഹി വ റസൂലി, നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കണം. അങ്ങനെ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഒന്നുകൂടി ഉറപ്പുള്ള വിശ്വാസമാക്കണം, രൂഢമൂലമാക്കണം, അത് പുതുക്കണം, ശക്തിപ്പെടുത്തണം എന്നാണ്. അല്ലേ?
നമ്മൾ ജന്മനാ മുസ്ലിങ്ങളാണെങ്കിലും അവർ കുറച്ച് വിശ്വാസത്തിന് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ വിശ്വാസം അവർ കുറച്ച് കഴിയുമ്പോൾ ദുർബലമായി തീരുവാൻ കാരണമായി തീരുമെന്നാണ്. അതുകൊണ്ട് അത് പുതുക്കിക്കൊണ്ടിരിക്കണം. വിശ്വാസം വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും എന്നാണ്. അൽ ഈമാൻ യസീദു വയൻകുസ്, ഈമാൻ വർദ്ധിക്കും, ഈമാൻ കുറയുകയും ചെയ്യും എന്നാണ്. യഥാർത്ഥ വിശ്വാസികൾക്ക് ഈമാനിൽ വർധനവുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്. 8-ാം അധ്യായം അൻഫാലിൻ്റെ 2-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് ഉത്ബോധനം നൽകപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് പ്രകമ്പനമുണ്ടാകും, ഹൃദയങ്ങൾ വിറകൊള്ളുന്നതാണ്. വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ അവർക്ക് ഓതിക്കേൾപ്പിച്ചുകൊണ്ട് ഉത്ബോധനം നടത്തപ്പെട്ടാൽ സാദത്തുഹും ഈമാന, വിശ്വാസം അവർക്ക് വർദ്ധിച്ചു വരും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ രക്ഷിതാവിങ്കൽ ഭരമേൽപ്പിക്കുന്നവരുമാകുന്നു അവർ. നബിയുടെ സഹാബിമാർ വിശ്വാസത്തിൻ്റെ ഉത്തുംഗതയിൽ നിൽക്കുമ്പോഴും അവർക്ക് സംശയമാണ്, എന്ത് വിശ്വാസം കുറഞ്ഞു പോകുന്നുണ്ടോ, വിശ്വാസം ദുർബലമാകുന്നുണ്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകാരിൽ പ്രധാനിയായിരുന്ന ഹൻദല ബിനു റബീഅ ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ അൻത യാ ഹൻദല, എന്താണ് വിശേഷങ്ങൾ? അപ്പോൾ ഹൻദല റളിയല്ലാഹു പറഞ്ഞ മറുപടി നാഫഖ ഹൻദല, ഹൻദല മുനാഫിക്കായി പോയിരിക്കുന്നു, ഹൻദലയുടെ വിശ്വാസം ദുർബലമായി പോയിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു ഇത് കേട്ടാൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്താണ് നീ പറയുന്നത്? നബിയുടെ എഴുത്തുകാരിൽ പ്രധാനിയായി നിൻ്റെ വിശ്വാസം ഇല്ലാതായി പോയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നമ്മൾ റസൂലുള്ളാഹിൻ്റെ സന്നിധിയിൽ വെച്ച് റസൂലുള്ള നമ്മളെ സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കുമ്പോൾ നമ്മളത് കൺമുമ്പിൽ കാണുന്നത് പോലെ നമുക്ക് വിശ്വാസം അത് രൂഢമൂലമാവുകയും ശക്തമാവുകയും ചെയ്യും. എന്നാൽ റസൂലുള്ളാഹിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളും കുട്ടികളുമായി ഇടപഴകുകയും നമ്മുടെ മാർക്കറ്റുകളിൽ നമ്മൾ ബിസിനസ്സുമായി നമ്മുടെ കച്ചവടവുമായി ഇടപഴകുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ നമ്മളത് മറന്നു പോകുന്നു. നമ്മൾ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ മുഴുകിപ്പോകുന്നു എന്നാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, വല്ലാഹി ഇന്നാല നൽകാൻ മിസ്ല ഹാദാ, ഇതുപോലെ എനിക്കും ഉണ്ടാവാറുണ്ട്. നമ്മൾ വീട്ടിലേക്കും ഓരോ ഏർപ്പാടിലേക്കും പോയാൽ ആ ഉത്ബോധനത്തിൻ്റെ അതേമാതിരിയുള്ള ശക്തി അത് അതിനുണ്ടാവില്ല, അത് നമ്മൾ മറന്നു പോകും. റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവർ രണ്ടാളും കൂടി. റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് കാര്യം ബോധിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇദ് ലൗ തദൂമൂന അലാ മാ തഖൂലൂന ഇൻദി ഫി ദിക്രി ലസാഫാതുൽ മലായിക, എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്ബോധനം കേൾക്കുമ്പോൾ ലഭിക്കുന്നതായ രൂപത്തിലുള്ള വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ മുഴുക്കെ നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിച്ചാൽ ലസാഫാതുൽ മലായിക, മലക്കുകളുടെ പദവിയിലേക്ക് മലക്കുകൾ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങൾക്ക് മുസാഫഹത്ത് നൽകും, നിങ്ങൾക്ക് കൈ നൽകും എന്നാണ് ആ പറയുന്ന അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ എന്നുള്ള നിലക്ക് ചില മറവികളും ചിലതൊക്കെ മനുഷ്യർക്ക് ഉണ്ടാവാം എന്നാണ്. അതുണ്ടാകുമ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ഈമാൻ വർദ്ധിപ്പിക്കുന്ന അത് പുതുക്കുന്ന പ്രവർത്തനങ്ങളാണ് വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. ഒന്നാമതായി നമ്മുടെ ഇബാദത്തുകളിൽ, അള്ളാഹുവിന് നമ്മൾ നൽകുന്ന ഇബാദത്തുകളിൽ കൃത്യതയും കണിശതയും നമ്മൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ്. അലസത ഒഴിവാക്കി, അതേമാതിരി അലംഭാവം ഒഴിവാക്കി കൃത്യമായി ഇബാദത്തുകൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ സദസ്സിലുള്ള സഹാബിമാർ ചോദിച്ചു, നിങ്ങൾക്ക് പാപങ്ങൾ പൊറുക്കുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുന്നതായ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതേ പ്രവാചകനെ. എന്നിട്ടിപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഒളു എടുക്കുമ്പോൾ കുറച്ച് കയറ്റിക്കഴുകിയ ഒളുവിൻ്റെ അവയവങ്ങൾ, എന്നിട്ട് നല്ല ഒളു എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഒളു എടുത്തിട്ട് പള്ളിയിലേക്ക് നടന്നു പോവുക, പള്ളിയിലേക്കുള്ള ചവിട്ടടികൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക, എന്നിട്ട് പള്ളിയിൽ പോയി നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഫദാലിക്കുമുർ റബാത്ത്, അതാണ് നിരന്തരമായ ആരാധന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കൂലി ലഭിക്കുന്ന ജമാഅത്തായ പള്ളിയിലുള്ള നമസ്കാരത്തിന് നമ്മൾ പ്രാധാന്യം നൽകുക. പാപങ്ങളും തെറ്റുകളും നമ്മുടെ ഭാഗത്തുനിന്ന് കരുതിക്കൂട്ടി ഉണ്ടായിപ്പോകുന്നതിന് നമ്മൾ പ്രത്യേകമായി സൂക്ഷിക്കുക.
കാരണം ഒരു പാപം നമ്മൾ ചെയ്യുമ്പോൾ, ഒരു തെറ്റ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലെ ഈമാനിനെ മലീമസമാക്കുകയാണ്. ഒരു കറുത്ത പാട് അവൻ്റെ മനസ്സിലുണ്ടാവുകയാണ്, ഈമാനിനൊരു പോറലേൽക്കുകയാണ് എന്നാണ് അല്ലേ. അങ്ങനെ ഈമാനിന് പോറലേൽത്ത് പിന്നെയും തെറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ വർദ്ധിച്ചു വന്ന് ഈമാനിൻ്റെ വശം ദുർബലമായി പോകുമെന്നാണ്. അതുകൊണ്ട് പാപങ്ങളും തെറ്റുകളും ഒഴിവാക്കുക. ഞാൻ തെറ്റുകൾ ചെയ്തു പോയാൽ അതിൽ നിന്നും അള്ളാഹുവിനോട് തൗബ ചെയ്യുക, ഖേദിച്ച് മടങ്ങുക, ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം നടത്തുക. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായി ആത്മാർത്ഥമായി നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. അങ്ങനെ നിങ്ങൾ ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ തയ്യാറാണ് എന്നാണ്. അതിലൊക്കെ ഉപരിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ മുറുകെ പിടിച്ച് ആ വിശ്വാസം രൂഢമൂലമാക്കുക എന്നുള്ളതാണ്. നബിയോട് വിശ്വാസം എങ്ങനെയാണ് പുതുക്കുക എന്ന് ചോദിച്ചപ്പോൾ റസൂൽ നൽകിയ മറുപടി വകൈഫ നുജദ്ദിദു ഈമാനന എന്ന് സഹാബ ചോദിച്ചപ്പോൾ അക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ, ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടുകൊണ്ടാണ് അവൻ വളരുന്നത്. ഇനി ഇസ്ലാമിലേക്ക് ഒരാൾ പുതുതായി വരികയാണെങ്കിൽ അവന് ചൊല്ലിക്കൊടുക്കുന്ന പ്രതിജ്ഞാവാചകം കലിമത്ത് തൗഹീദിൻ്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള വചനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അവൻ്റെ ജീവിതത്തെ മുഴുക്കെ ആ ഒരാശയത്തിൽ, ഒരാദർശത്തിലാണ് അവൻ ജീവിക്കുന്നത്. ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച കിസ്റ കൈസറിൻ്റെ കൊട്ടാരങ്ങൾ വരെ കീഴടക്കാൻ മുസ്ലിങ്ങൾക്ക് പ്രചോദനമായ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഈ ലോകവും അതിലെ കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിക്കുകയും അതിനൊക്കെ വേണ്ട ആഹാര വ്യവസ്ഥയും ആവാസ വ്യവസ്ഥയും സംവിധാനിക്കുകയും ചെയ്ത അള്ളാഹുവാണ് ആരാധ്യൻ, അവനല്ലാതെ ആരാധ്യനില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആരാധനയും വണക്കവും അർപ്പിക്കേണ്ടത് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം ആണ് എന്നുള്ള പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചെയ്യുന്നത്. ലോകത്ത് വന്ന സർവ്വ പ്രവാചകന്മാരും ആദ്യ പ്രവാചകൻ മുതൽ അന്ത്യപ്രവാചകൻ വരെ നടത്തിയ പ്രബോധനത്തിൻ്റെ യഥാർത്ഥ വശം അവർ പറഞ്ഞത് യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നാണ്. സൂറത്ത് അംബിയായിലെ 25-ാം വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിന്റെ മുമ്പ് ഒരു ദൂതന്മാരെയും ഒരു പ്രവാചകന്മാരെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകന് നാം വഹി നൽകിയിട്ടല്ലാതെ. എന്താണ് വഹി നൽകിയത്? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് വഹി നൽകിയിട്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ പിറകിൽ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ റസൂലുള്ളാഹി എന്നോട് പറയുകയുണ്ടായി, യാ മുആദ് അതദ്രീ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. ഓ മുആദ്, ഒരു അടിമ അള്ളാഹുവിനോട് ചെയ്യേണ്ട കടമയും കടപ്പാടും എന്താണ് എന്ന് നിനക്കറിയോ? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അതേമാതിരി അള്ളാഹു അടിമകളോട് ചെയ്യേണ്ട കടപ്പാട് എന്താണെന്ന് നിനക്കറിയോ? അദ്ദേഹം പറഞ്ഞു അള്ളാഹു റസൂലു ആലം, അള്ളാഹുവിന് റസൂലിനെ അറിയാം. അപ്പോൾ റസൂല പറയാണ് ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അടിമകൾ അള്ളാഹുവിന് ചെയ്യേണ്ട കടപ്പാട് അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രമായി അവനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. വഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹു സൃഷ്ടികളോട് ചെയ്യേണ്ട കടപ്പാട് അല്ലാ യുഅദ്ദിബ മൻ യുശ്രിക് ബിഹി ശൈഅ, അള്ളാഹുവിനെ ആരിലും പങ്കു ചേർക്കാതെ ആരാധിക്കുന്ന ആളുകളെ നരകത്തിലിട്ട് ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കടപ്പാടാണ്, കടമയാണ് എന്നാണ്. അപ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുകയും അത് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും അവസാനം മരണപ്പെട്ടു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായ ആളുകളെ നരകാഗ്നിയിട്ട് അള്ളാഹു ശിക്ഷിക്കുകയില്ല, അത് അള്ളാഹുവിൻ്റെ കടമയാണ്, കടപ്പാടാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നാണ്.
എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ ഏകത്വം നമ്മൾ പ്രഖ്യാപിക്കണം. തൗഹീദ് റുബൂബിയ, തൗഹീദ് ഉലൂഹിയ, തൗഹീദ് ബിൽ ഇസ്മാഇ വ സിഫാത്ത്. റബ്ബ് അള്ളാഹുവാണ് എന്നുള്ള തൗഹീദ്, അതാണ് തൗഹീദ് റുബൂബിയ. ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഈ ലോകത്തിൻ്റെ ആധിപത്യവും ഈ ലോകത്തിലെ സൃഷ്ടിജാലങ്ങൾക്ക് പോകാൻ ആഹാരം നൽകുന്നതും ഒക്കെ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുക, അത് തൗഹീദ് റുബൂബിയ. ഇത് വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. ഇത് മക്ക മുശ്രിക്കുകളും വിശ്വസിക്കുന്നുണ്ട്, സൃഷ്ടികർത്താവ് അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസം. എന്നാൽ തൗഹീദ് ഉലൂഹിയത്തും കൂടി ഉണ്ടാകുമ്പോഴേ അവൻ്റെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഈ ഒരു സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ് തൗഹീദ് ഉലൂഹിയത്ത്. അവിടെ മക്ക മുശ്രിക്കുകൾ എതിരാവുകയാണ്. അവർ ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ ദൈവങ്ങളാണ് അവർക്ക്, അള്ളാഹു മാത്രമല്ല ദൈവം. അജഅലൽ ആലിഹത്ത ഇലാഹൻ വാഹിദ എന്നവർ ചോദിക്കുകയുണ്ടായി. ഇവിടെയുള്ള എല്ലാ ദൈവങ്ങളെയും നീ ഒരൊറ്റ ദൈവമാക്കി മാറ്റുകയോ എന്ന് മക്ക മുശ്രിക്കുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹുവിനെ ആരാധിക്കാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ല എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരാധനയും വിളിച്ചു പ്രാർത്ഥനയും തേട്ടവും ഒക്കെ അള്ളാഹുവിനോട്, നമ്മുടെ നിർണായകമായ ഘട്ടത്തിൽ നമ്മൾ സഹായം അഭ്യർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പറയേണ്ടത് അള്ളാഹുവിനോടാണ്. ആരാധനകൾ അർപ്പിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അതുപോലെ തന്നെ തൗഹീദും ബിൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന് ഉള്ള ഗുണവിശേഷണങ്ങൾ അത് മറ്റാർക്കും ഇല്ല എന്ന് വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ അത് മറ്റാർക്കുമില്ല, അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ്. അള്ളാഹ്ക്കുള്ള കുറേ ഗുണവിശേഷണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഗുണവിശേഷണങ്ങൾ മറ്റാർക്കും ഇല്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹ് കേൾക്കുന്നവനാണ്, അള്ളാഹ് സമീ ആണ്, അള്ളാഹ് ബസീറാണ്, അള്ളാഹ് അലീമാണ്, അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ് എന്നുള്ള അള്ളാഹുവിൻ്റെ കുറേ ഗുണവിശേഷണം നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അള്ളാഹു ആരാണ്? മൗജൂദൻ, എന്നെന്നും നിലകൊള്ളുന്നവനാണ്, എന്നെന്നും ഉള്ളവനാണ്, മരണമില്ല, അവൻ ആദിയില്ല, അവസാനമില്ല. ഖദീമുൻ, അവൻ പണ്ടേ ഉള്ളവനാണ്. ബാക്കി, എന്നെന്നും അവശേഷിക്കുന്നവനാണ്. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ അഖ്ലാഖി, സൃഷ്ടികളോട് എല്ലാ രൂപത്തിലും വ്യത്യസ്തമായവനാണ്. അവരുടെ സ്വഭാവങ്ങളുടെ എല്ലാം തന്നെ അവൻ വ്യത്യസ്തനാണ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാം. അള്ളാഹു കാണുന്നത് പോലെ വേറെ ആര് കാണുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല, അല്ലേ? അള്ളാഹു അറിയുന്നത് പോലെ വേറെ ആര് അറിയുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നുള്ളത് അള്ളാഹുവിനുള്ള വിശേഷണമാണ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണിനെ കട്ടുനോട്ടവും നിങ്ങളുടെ മനസ്സിൽ ഒളിച്ചു വെക്കുന്നതും അള്ളാഹു അറിയുന്നു. അതുപോലെ വേറെ ആൾ അറിയുമെന്നും മൊയ്തീൻ ഷെയ്ഖ് അറിയുമെന്നും വിശ്വസിച്ചാൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ നമ്മൾ പങ്കുവെക്കലാണ് എന്നാണ്. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർ എന്ന് മൊയ്തീൻ ഷെയ്ഖിന് ചാർത്തി കൊടുക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഏത് ഭാഷയിലും വിളിച്ചാലും വായ കൂടുന്നതിനും ഉത്തരം നൽകുക എന്നുള്ള അള്ളാഹുവിന് സാധിക്കുന്ന അള്ളാഹുവിൻ്റെ അറിവ് എന്നുള്ള ആ ഗുണവിശേഷണത്തിൽ പങ്കു ചേർക്കലാണ്. അപ്പം അങ്ങനെ അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും അവൻ ഏകനാണ്. അള്ളാഹുവിനെ പോലെ ഉള്ള ഒരു ദൈവം, ഒരു ആൾ ദൈവങ്ങളില്ല. അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ മറ്റാർക്കുമില്ല. അള്ളാഹുവിൻ്റെ ചെയ്തികളും പ്രവർത്തനങ്ങളും മറ്റാർക്കുമില്ല. ഇതിലൊക്കെ അള്ളാഹുവിന് ഏകത്വം നൽകണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരാശയം, ഈ ഒരു ആദർശം പ്രഖ്യാപിക്കുവാനും പറയുവാനും വേണ്ടിയിട്ടാണ് തൻ്റെ സമയം മുഴുവനും ചെലവഴിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി ആൾ കൂടുന്നിടത്തൊക്കെ പോയിട്ട് പറയും. കാല ചന്തയിലും അതേമാതിരി ദുൽമജാൽ ചന്തയിലുമൊക്കെ ആൾ കൂടുന്നിടത്ത് റസൂലുള്ളാഹി പറയും, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവീൻ, എന്നാൽ നിങ്ങൾ വിജയിക്കും എന്നാണ്.
മറ്റൊരിക്കൽ പറഞ്ഞു, ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ വചനമാണ് എന്നാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറയുന്നുണ്ട്, അള്ളാഹുവെ, എനിക്ക് നിന്നോട് പ്രാർത്ഥിക്കുവാനും നിന്നെ ഓർക്കുവാനും പറ്റിയ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, യാ മൂസ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസാ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോ. അപ്പോൾ മൂസാ നബി പറഞ്ഞു, പടച്ചവനെ, ഇത് എല്ലാവരും പറയുന്നതാണ്, എല്ലാ അടിയാന്മാരും പറയുന്ന ഒരു വാക്കാണ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥന പറഞ്ഞു തരണമെന്നാണ്. അപ്പോൾ അള്ളാഹു പറയുന്നതായിട്ട് ഖുദ്സി ഹദീസിൽ കാണാം, ലോ യാ മൂസാ ലൗ അന്നസ് സമാവാതു സബ്ഉ വഅമിറുന്ന ഗൈരി ഫീ കഫത്തിൻ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 7 ആകാശങ്ങളും ഭൂമിയും അതുപോലെ തന്നെ അതിലുള്ള സർവ്വചരാചരങ്ങളും ഒരു കൈയിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മറ്റൊരു കൈയിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് ഖനം തൂങ്ങുക എന്നാണ്. അതിൻ്റെ ആശയം, അതിൻ്റെ ആദർശം അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിക്കുകയും അള്ളാഹു സർവശക്തനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വചനമാകുന്നു അത്. അതിൻ്റെ വെയിറ്റ് ഇതിനേക്കാൾ കൂടുതലാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്ര വലിയ ആദർശവും ആശയവുമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കുടികൊള്ളുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, അവന് മാത്രമേ എനിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉത്തുംഗമായ ഒരു വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് നൽകുന്നത്. അള്ളാഹു അല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ആളുകൾ അത് ആരാവട്ടെ, അത് മരിച്ചുപോയ മഹാത്മാക്കളാവട്ടെ, മലക്കുകളാവട്ടെ, ജിന്നുകളാവട്ടെ, പിശാചുക്കളാവട്ടെ, അവർക്കൊന്നും തന്നെ അഭൗതികവും അദൃശ്യവുമായ മാർഗത്തിലൂടെ എനിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് നൽകുന്നത്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവർക്ക് ഉപകാരം ചെയ്യാൻ സാധ്യമല്ല. ലോകത്തുള്ള മുഴുവൻ ആളുകൾ ഒരാൾക്ക് ഉപദ്രവം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അയാൾക്ക് ഉപദ്രവം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക. ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്ക് ഉപകാരം ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചാൽ അവർക്ക് നിനക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. വൈൻ ഇജ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ ലൻ യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക. അവരെല്ലാവരും നിനക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു, ലോകത്തുള്ള എല്ലാ ആളുകളും. എന്നാൽ നിനക്ക് ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല, അള്ളാഹു നിശ്ചയിച്ചതല്ല ഇത് എന്നാണ്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ ആ വിശ്വാസം നമുക്ക് നൽകുന്ന ഒരു നിർഭയത്വമുണ്ട്. അള്ളാഹു അല്ലാതെ മറ്റാർക്കും എനിക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ, അതൊരു വലിയ വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ജിന്ന്, മലക്ക്, മഹാത്മാക്കൾ തുടങ്ങി ആർക്കും എനിക്കൊരു ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ല, ഉപകാരമോ ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവരെ ആരെയും എനിക്ക് ഭയപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ള നിർഭയത്വം ഈ വിശ്വാസം നമുക്ക് നൽകുന്നുണ്ട് എന്നാണ്. ഒരു അള്ളാഹിനെ പേടിക്കുക, വേറെ ആരെയും പേടിക്കേണ്ട. അപ്പോൾ ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വവും നിർഭയത്വവും ആ നിർഭയത്വത്തിൽ ജീവിക്കുക. 8-ാം അധ്യായം അൻആമിൽ 82-ാമത്തെ വചനത്തിൽ അള്ളാഹ് അത് പറയുന്നുണ്ട്, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തിൽ അക്രമം കലരാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വം, വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗത്തിലായവർ. ഇവിടെ വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അക്രമം കലരാതിരിക്കുക എന്ന് പറഞ്ഞത്, അക്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിർക്കാണ്. വിശ്വസിച്ചിട്ട് ഷിർക്ക് വെക്കാത്ത ആളുകൾ ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വം, അവർ നിർഭയരാണ്. അള്ളാഹുവിൻ്റെ സുരക്ഷിതത്തിൽ അള്ളാഹിനെ മാത്രം പേടിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയോ ശിക്ഷയോ ഭയപ്പെട്ടുകൊണ്ട് നന്മയോ ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെ ജീവിക്കുകയാണ്. അത്തരം ആളുടെ മനസ്സിന് സ്ഥൈര്യവും ധൈര്യവും അള്ളാഹു കൊടുക്കും. സബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറ. ഭൗതിക ലോകത്തിലും പരലോകത്തിലും അള്ളാഹു യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു ധൈര്യം നൽകും ബിൽ ഖൗലി സാബിത്, ഉറച്ച വാക്കുകൾ കൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ ആ വാക്കുകൾ ഉച്ചരിച്ചത് കൊണ്ട് അവർക്ക് അള്ളാഹു ധൈര്യം നൽകും. അവരുടെ ജീവിതത്തിൽ ഈ ആശയത്തിലേക്ക് കടന്നു വന്നപ്പോൾ പറഞ്ഞതാണ്,
അല്ലെങ്കിൽ ജനിച്ചു വീണപ്പോൾ അവർ കേട്ടതാണ്, ആ ഒരാശയത്തിലാണ് അവർ ജീവിച്ചത്. മരിച്ചു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് അവർ പറയുന്നത്. അത്തരം ആളുകൾക്ക് ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അള്ളാഹു അവരെ ഉറപ്പിച്ചു നിർത്തുമെന്ന് കൂടി ഈ ആയത്തിൻ്റെ ആശയത്തിൽ വരുന്നതാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഇത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബിൻ്റെ പിറകിൽ യാത്ര ചെയ്യുമ്പോൾ നബി എന്നോട് പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, നിനക്ക് ചില കാര്യങ്ങൾ നാം പഠിപ്പിച്ചു തരാം. എന്താണ്? ഈഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അള്ളാഹിനെ സൂക്ഷിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ സംരക്ഷണം നിനക്ക് ലഭിക്കും. ഈഫളില്ലാഹ തജിദുഹു അമാമക്, നീ അള്ളാഹിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ നിൻ്റെ മുമ്പിൽ കാണാൻ, നിൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം അള്ളാഹു ഉണ്ടാക്കും. വൈദസ്താൻത ഫസ്തൈൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവോട് സഹായം തേടുക എന്നാണ്. അതുകൊണ്ട് നമ്മളെല്ലാം തെളിമയാർന്ന തൗഹീദിൻ്റെ ആശയത്തിലേക്ക് മടങ്ങണം. ആ ഒരു നിർഭയത്വത്തിൽ നമ്മൾ ജീവിക്കണം. ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ അഭയം തേടുവീൻ. എല്ലാ ഭയത്തിൽ നിന്നും, എല്ലാ അല്ലാത്ത ആളുകൾ നമ്മളെ ഉപദ്രവിക്കുമെന്നുള്ള ഭയത്തിൽ നിന്നൊക്കെ രക്ഷ പ്രാപിച്ച് നിർഭയരായി അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക. തൗഹീദിലേക്കും ഏകത്വത്തിലേക്കും നിങ്ങൾ മടങ്ങുക. വിശ്വാസത്തിൻ്റെ മധുരം നിങ്ങൾ നുകരുക. അല്ലേ? 3 കാര്യം ഒരാളിൽ ഉണ്ടായാൽ വിശ്വാസത്തിൻ്റെ മധുരം അവന് ലഭിക്കും എന്നാണ്. ആരാണ് അവർ? ഒന്ന്, അള്ളാഹു റസൂലും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുക. ഒരാൾ അവൻ ഇഷ്ടപ്പെടുന്നു, അവനെ ഇഷ്ടപ്പെടുന്നത് എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അവിശ്വാസത്തിലേക്ക് മടങ്ങുന്നതിനെ ഭയപ്പെടുക, നരകത്തിൽ അല്ലെങ്കിൽ തീയിലിടുന്നതിനെ പേടിക്കുന്നത് പോലെ ഈ രൂപത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ നമ്മൾ സാധിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രകാശം, അള്ളാഹുവിൻ്റെ ദിവ്യപ്രകാശം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നതാണെന്ന്. അള്ളാഹു നൂറു സമാവാത്തി വല്ലർള്, ആകാശഭൂമിയുടെ പ്രകാശമാണ് അള്ളാഹു. ആ പ്രകാശം ലഭിക്കുന്നത് അള്ളാഹുവിന അവൻ്റെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ചില ആളുകൾക്കാണ്. റിജാലൻ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് കച്ചവടമോ അതേമാതിരി പിന്നെ അവരുടെ ബിസിനസ്സോ ഒന്നും അവരെ തടയുകയില്ല. അവർ അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. അത്തരം ആളുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ പ്രകാശം അള്ളാഹ് ഇട്ട് കൊടുക്കുമെന്നാണ്. ആ വിശ്വാസത്തിൻ്റെ പ്രകാശം സ്വീകരിച്ച് ആ പ്രകാശത്തിൽ ധൈര്യമായി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അത്തരം സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ, തെറ്റുകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر والله يعلم ما تصنعون.